നമസ്കാരം. എന്തിനാണ് ഇത്തരത്തിലൊരു ഗവൺമെന്റ് എന്ന് ചിന്തിച്ചു പോവുക? ഈ പിണറായി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിക്ക് രാജിവെച്ച് വേറെ വല്ല പണിക്കും പൊക്കൂടെ? ഞാൻ ചോദിക്കുന്നത് ആയിരങ്ങളെ പതിനായിരങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട് അവരുടെ അന്നം മുടക്കിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഭരിക്കാൻ നിൽക്കുന്നത്? വലിയ സാമ്പത്തികമുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. സാമ്പത്തികമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് കരുതാം. അന്നന്നുള്ള അന്നത്തിന് വകയില്ലാത്ത വിഭാഗവും കേരളത്തിൽ താമസിക്കുന്നുണ്ട്. അവരും കൂടി ചേർന്നതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, അരി. ആ അരി വാങ്ങി അത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപ്പും ഒഴിച്ച് മുളകും ഉടച്ച് തിന്നുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. അവരുടെ അന്നമാണ് മുടക്കിയിരിക്കുന്നത്. അവരെന്തെടുത്ത് കഴിക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് എനിക്ക് റേഷൻ കാർഡ് കിട്ടിയ ദിവസമാണ്. വൈറ്റാണ്, വെള്ളയാണ് കാർഡ്. ഇത് കിട്ടാൻ വേണ്ടി കുറേ പണി ഞാൻ എടുത്തേക്കണം. അവസാനം കിട്ടി. ഏതായാലും ഉദ്യോഗസ്ഥന്മാരുടെ ആ നെറികെട്ട കുറേ പരിപാടികളുണ്ട്, കുറേ നെറികെട്ട ആൾക്കാർ. പിന്നെ നമ്മൾ ഇടപെടേണ്ട രീതിയിൽ ചില ഇടപെടലുകൾ നടത്തുന്നതുകൊണ്ടാണ് എന്നെ പോലുള്ളവർക്ക് ഇത് കിട്ടിപ്പോകുന്നത്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ഇത് ആക്റ്റീവാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു റേഷൻ കടയിൽ ഒന്ന് പോയി. ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഏത് റേഷൻ കടയിൽ പോയി കഴിഞ്ഞാലും ഒന്ന് വിരൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോക്കുമ്പോൾ ആ റേഷൻ കടയിൽ ഒന്നുമില്ല, സ്റ്റോക്ക് തീർന്നേക്കണു. അതായത് സ്റ്റോക്ക് വരുന്ന സമരം നേരത്തെ തുടങ്ങിയേക്കണം. ഇപ്പം എന്തേ ശമ്പളം കൊടുക്കാത്തത് കൊണ്ട് റേഷൻ കടകൾ അടച്ചിടാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പം നോക്കുന്നതെന്നാണ് പറയുന്നത്. മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിടുന്നു എന്ന് പറയുന്നു. മന്ത്രി പറയുന്നത് ശമ്പള പരിഷ്കരണത്തിന് ഞങ്ങളുടെ പൈസയൊന്നുമില്ല, ഖജനാവ് കാലിയാണ്, ഒരു നിവൃത്തിയില്ലാന്ന്. എന്റെ പൊന്നാര ചങ്ങായിമാരെ, ഖജനാവ് കാലിയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ അടിച്ചു മാറ്റാൻ ഉള്ളതും കൂടെ മുണുങ്ങിക്കൊണ്ട് ഊരാളുകളുടെ പോക്കറ്റിലേക്ക് കൊണ്ട് വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും മണ്ടയ്ക്ക് കൊണ്ട് വെച്ചു കൊടുക്കാൻ പോണതിന്? അതുകൊണ്ടല്ലേ ആ വയനാട്ടിലെ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതിയല്ലോ. വയനാട്ടിലെ ഒരു 150 കോടി രൂപ കൊടുത്ത ആ സ്ഥലം ഒന്ന് എടുക്കാനുള്ള പൈസ ജനങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ബാക്കി പൈസ മുഴുവൻ എടുക്കുന്നതോടെ 800 കോടിയില്ലേ അവിടെ? ആ 800 കോടിയിൽ ഒരു 150 കോടി രൂപ പോയിരുന്നെങ്കിൽ ബാക്കി 650 കോടിയില്ലേ? ആ 650 കോടി കൊണ്ട് എന്തെങ്കിലും ചെയ്തുവിടായിരുന്നു. അപ്പൊ ആ പൈസയും കൂടെ അഴിമതിയുടെ അണ്ണാക്കിലേക്ക് കൊണ്ടൊന്ന് വെച്ചു കൊടുക്കണം. അതായത് നിങ്ങൾക്ക് പുട്ടടിക്കാനും അഴിമതിക്കും എല്ലാത്തിനും പൈസയുണ്ട്. ഇവിടെ പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ നോക്കാനോ ഇവിടെ പണിയെടുക്കുന്നവന് ശമ്പളം കൊടുക്കാനോ ഉള്ളൂ നിങ്ങൾക്ക് പൈസ ഇല്ലാത്തത്. റേഷൻ കട അടച്ചിടുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഏറ്റവും വലിയ ഒരു നാണം കെട്ട പരിപാടിയല്ലേ. ഇതിനേക്കാളും നല്ലത് വേറെ വല്ല പണിക്കും പൊക്കൂടെ? എന്തിനാണ് ഈ മന്ത്രിമാരെന്ന് പറഞ്ഞ് കെട്ടിയെഴുന്നള്ളിച്ച് വെള്ള കുപ്പായിട്ടുണ്ട് പോക്കറ്റുള്ളൊരു കണ്ണടയും വെച്ചുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ സത്യത്തിൽ പാവങ്ങൾ കുറച്ചു പേരുണ്ട്, കുറെ പട്ടിണി പാവങ്ങളുണ്ട്. ഈ സൗജന്യ റേഷൻ കൊണ്ട് ജീവിച്ചു പോകുന്നവര്, അവർക്ക് കിട്ടുന്ന ആ റേഷൻ കൊണ്ടാണ് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഒരു മാസത്തിൽ എത്ര കിലോ കിട്ടുന്ന 10-15 കിലോ കിട്ടും. എത്ര അംഗങ്ങളെ കൊണ്ട് ഭക്ഷണം കഴിക്കണം? അതാണ് അവരുടെ ഒരു മാസത്തെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. റേഷൻ കടയിൽ സ്റ്റോക്ക് ഇല്ല, സാധനം എത്തുന്നില്ല. റേഷൻ കടക്കാർ എന്തെടുത്ത് കൊടുക്കും? അതുപോലെ തിങ്കളാഴ്ച മുതൽ റേഷൻ കട അടച്ച് സമരം എന്ന് പറയുമ്പോൾ, ഈ ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് സമരം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ഇവരെന്ത് ചെയ്യണം? അത് പറ. നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പിത്തരാൻ ആളുണ്ട്, അതുപോലെ വെച്ചുണ്ണാൻ സ്വർണ്ണ തളികയുണ്ട്. ഈ പാവങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെ കഴിയണം എന്നുകൂടി പറയണം. യാതൊരു ഉളുപ്പുമില്ലാതെ പറയാണ് തിങ്കളാഴ്ച മുതൽ കടയടച്ചുള്ള സമരം മുന്നോട്ട് പോകാൻ റേഷൻ വ്യാപാരികളുടെ തീരുമാനം. കട ഉടമകളുമായി ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പള പരിഷ്കരണ പാക്കേജ് നടപ്പാക്കാനില്ലെന്ന് സർക്കാർ വ്യാപാരികളെ അറിയിച്ചു. ശമ്പള പരിഷ്കരണ പാക്കേജ് നിങ്ങൾ നടപ്പിലാക്കണ്ട, കൊടുക്കാനുള്ള ശമ്പളം കൊണ്ട് കൊടുത്താൽ മതി, അവർ മര്യാദയ്ക്ക് നിന്നോളും. കൊടുക്കാനുള്ള പണം കൊടുക്ക്. 4 മാസത്തെ ശമ്പളം കൊടുക്കാനല്ലേ? അത് അവർ ആരോടാ ചോദിക്കുക? പിന്നല്ലേ പരിഷ്കരണം വരുന്നത്. റേഷൻ വ്യാപാരികളുടെ മറ്റാവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും ശമ്പള പരിഷ്കരണം നടപ്പാക്കാനാകുന്ന സാമ്പത്തിക സ്ഥിതി അല്ല നിലവിലെന്നുമാണ് ധനമന്ത്രി സമരക്കാരെ അറിയിച്ചത്. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാരുടെ സമരം മൂലം ഈ മാസം ഭൂരിഭാഗം കടകളിലും സ്റ്റോക്ക് എത്തിയിരുന്നില്ല. ഇതിന് പിന്നാലെ കടയടച്ചുള്ള സമരം കൂടിയാകുന്നതോടെ റേഷൻ വിതരണം താളം തെറ്റും. റേഷൻ വിതരണം താളം തെറ്റുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ആ റേഷൻ കൊണ്ട് മാത്രം പട്ടിണി കിടക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരുടെ വിശപ്പ് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ കൊള്ളയടിക്കാൻ നിൽക്കുന്നത്? PP കിറ്റിന്റെ കൊള്ള ഇപ്പോൾ വന്നല്ലോ. അന്ന് എല്ലാവരും പറഞ്ഞു, അന്ന് പറഞ്ഞത് 2020 ഈ കൊള്ളേന്റെ കാര്യം. അതായത് കൊള്ളയടിച്ച് മന്ത്രിമാരും മറ്റുള്ളവരും നേതാക്കന്മാരും എല്ലാവരും ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടില്ലേ, ഒരു ടാങ്ക് പെട്രോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ എന്റെ കീശയിലുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്ന സഖാവ് പറഞ്ഞു. അത് വോയിസ് എല്ലാവരും കേട്ടതാണല്ലോ. എന്നിട്ട് 5,000 രൂപ ഇല്ലാന്നുണ്ടെങ്കിൽ നീ നിറച്ചുകൊണ്ട് പോകണമെന്ന് കാണണമെന്നാ പറഞ്ഞത്. അവസാനം പണിയാവുന്ന കണ്ടപ്പോൾ നേതാവ് തലയിൽ മുണ്ടിട്ട് മുങ്ങിയതും കണ്ടു നമ്മൾ. അതായത് ഇവിടെ സഖാക്കൾക്കും ഈ പറഞ്ഞ മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും അവർക്കെല്ലാം ഒരു പഞ്ഞവുമില്ല, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പുട്ടടിക്കാൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ വയനാട്ടിലെ ഉദാഹരണം എന്ന് പറയുന്നത്. വയനാട്ടിൽ നിന്നുള്ള ആ പണം ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണമാണ്. അതുപോലും മറുവഴിക്കൂടെ കറക്കി ആർക്കൊക്കെയോ കൊടുത്തിട്ട് അതിന്റെ കമ്മീഷൻ അടിച്ചു മാറ്റുള്ള പണിയല്ലേ നോക്കുന്നത്. എത്ര വീടുകളാണ് അവിടെ വെച്ച് തരാമെന്ന് പറഞ്ഞത്? മുഴുവൻ വീടുകളും വെച്ചു കൊടുക്കാൻ ആളുണ്ട്. വേണ്ട, സർക്കാരിന്റെ കയ്യിൽ പണമില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ചെലവഴിക്കാൻ പണമില്ല എന്ന് പറഞ്ഞാലും അത് ചെയ്യാൻ ആളുണ്ട്. മുഴുവൻ കാര്യങ്ങളും സ്ഥലം വാങ്ങി അവർ വീട് വെച്ച് കൊടുത്തോളും. അതിനും ഇവിടെ സംവിധാനമുണ്ട്. പക്ഷെ എന്നാലും
ഈ കിട്ടുന്ന 1,800 കോടി രൂപ കിട്ടിയതിൽ നിന്ന് അതിൽ നിന്ന് കൈയിട്ട് വാരി കുറച്ച് കോടികൾ കൊണ്ടുപോയാലല്ലാത്ത സമാധാനമില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ ജനം എന്ന് പറയുന്നത് സകല വീഡിയോകളിലും സകല വാർത്തകളിലും പിണറായി സർക്കാരിനെ വിമർശിക്കാനല്ലാതെ എന്തിനാ പറ്റുക? എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഖജനാവിലേക്ക് വരുന്ന പണം കൊള്ളയടിക്കുക, മറ്റ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതും കൊള്ളയടിക്കുക, എന്നിട്ട് സകല കൊള്ളയും അടിച്ചു കഴിഞ്ഞിട്ട് നാണവും മാനവും ഉളുപ്പുമില്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ വരുന്നുണ്ട് പറയാണ് പൈസ ഇല്ല, അതുകൊണ്ട് ശമ്പളം തരാൻ നിവൃത്തിയില്ല, റേഷൻ കട നിങ്ങൾ അടച്ചിട്ടോളിയെന്ന്. ആ റേഷൻ കട അടച്ചിട്ടോളിയെന്ന് പറയുമ്പോൾ ഈ റേഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറെ പട്ടിണി പാവങ്ങളുണ്ട്. അവരെന്ത് ചെയ്യും? എന്നെപ്പോലുള്ള വെള്ളക്കാരുടെ നോക്കണ്ട, അവർ മറ്റെന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ സ്വിഗ്ഗിയോ സൊമാറ്റോ ഒക്കെ വാങ്ങി കഴിച്ചിട്ടോ അവർ ജീവിച്ചോളൂ. ഈ പാവങ്ങൾ എങ്ങനെ ജീവിക്കും? അത് പറയും. Different angles. Don't forget to subscribe and support this channel.